എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘടിപ്പിച്ചു വരുന്ന ഖുർദ മജ്ലിസിൻ്റെ വാർഷികാഘോഷ പരിപാടികളിലും അല്ലാത്ത സമയത്തും പലപ്പോഴായി ഈ വേദിയിൽ വരാനും പങ്കെടുക്കാനുമൊക്കെ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. ഇന്ന് ഈ വേദിയിൽ പങ്കെടുക്കുമ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. 3ാം വാർഷിക ഉപഹാരമായി ഈ നാടിന് ഇപ്പോൾ നാട് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ഒരു സമ്മാനം ഇതിൻ്റെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി നാടിന് സമർപ്പിക്കാൻ സാധിക്കുന്നു എന്ന് കാണുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഈ സൽക്കർമ്മത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെല്ലാം അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3 ദിവസമായി നടന്നു വരുന്ന ഈ പരിപാടിയുടെ തുടക്ക സമ്മേളനത്തിൽ തന്നെ SYS സംസ്ഥാന വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ പ്രവർത്തനത്തിൻ്റെ ശ്രദ്ധേയമായൊരു മുദ്രാവാക്യം ചർച്ച ചെയ്യപ്പെടുന്നു എന്നതും ഏറ്റവും സ്വാഗതാർഹമാണ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന സന്ദേശം ഏറ്റവും പറയേണ്ട ഒരു സമയത്ത് തന്നെയാണ് ഈ ക്യാമ്പയിൻ SYS സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ സഹോദരന്മാർ ഒത്തുകൂടുന്ന വേളയിലെല്ലാം നാം നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നമ്മുടെ കുഞ്ഞുമക്കളടക്കം യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ അപാരമായ അനുഗ്രഹമായ മഴ വർഷിച്ചു തരണമേ എന്ന നിലയിലുള്ള പ്രാർത്ഥനകൾ. കേരളം കണ്ടതിൽ ഏറ്റവും ഭീകരമായ വിധം വേനൽ ചൂട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ദൃശ്യ പത്ര മാധ്യമങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമ്മേളനവുമായി നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് തന്നെ ഒരു പുഴയുടെ തീരത്താണ്. പുഴയാൽ സമൃദ്ധമായ പ്രദേശങ്ങളിൽ പോലും വെള്ളം കിട്ടാതെ ആളുകൾ നരകയാതന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഓരോ മൂലയിൽ നിന്നും ഓരോ ഗ്രാമത്തിൽ നിന്നും ദിനം പ്രതി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആനിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 10-28 സ്ഥലങ്ങളിൽ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ ഖുർആൻ മനുഷ്യനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതിയെ നിലനിർത്തുക, അതിനാവശ്യമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശമെല്ലാം ഉയർത്തിപ്പിടിക്കുകയും ദീനി പ്രചാരകരായി പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെയോ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുന്നു എന്നത് ഏറെ സങ്കടത്തോടുകൂടെ ഇത്തരം വേദികളിലെങ്കിലും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അഭൂതപൂർവമായ വളർച്ച നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഗ്രാമങ്ങളിൽ, നമ്മുടെ വീടുകളിൽ വരുത്തിയിട്ടുള്ള മാറ്റം വളരെ വലുതാണ്. വെള്ളം സംരക്ഷിക്കാനുള്ള ഈ ആഹ്വാനത്തോടൊപ്പം തന്നെ വെള്ളത്തോടൊപ്പം പ്രധാനമായും സംരക്ഷിക്കേണ്ട 2-3 ഘടകങ്ങളുണ്ട്. സർവശക്തനായ അല്ലാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള വായു. ഒരു മനുഷ്യൻ 24 മണിക്കൂറിനുള്ളിൽ അവന്റെ ജീവൻ നിലനിർത്താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വായു 13.5 കിലോ വരും എന്നാണ് എവിടെയോ വായിക്കാൻ സാധിച്ചത്. ഓരോ മനുഷ്യനും 13.5 കിലോ വായു വീതം ശ്വസിക്കുകയും പുറന്തള്ളുകയും ചെയ്യുന്നു. ഈ വായു ശുദ്ധമായി കിട്ടാൻ
പ്രയാസപ്പെടുമ്പോഴാണ് പലപ്പോഴും നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. ഈ വായു മലിനപ്പെടുത്താൻ നാം ശ്രമിക്കുമ്പോഴാണ് നാം കേട്ടുകേൾവിയില്ലാത്ത പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വായു ശുദ്ധമാക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ്. അതേപോലെ പ്രധാനമാണ് നമ്മുടെ മണ്ണ് എന്ന് പറയുന്നത്. ഈ മണ്ണിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം, ആ മണ്ണിനെ എങ്ങനെ നാം കാണണം, എങ്ങനെയാണ് മണ്ണുമായിട്ട് നാം പ്രവർത്തിക്കേണ്ടത്, സഹവർത്തിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണകൾ ഉണ്ടാകണം. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ 2-3 തരത്തിലുള്ള വാദഗതികൾ വരാറുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മനുഷ്യനുടമയാണ്, പ്രകൃതി അതിന്റെ അടിമയാണ് എന്ന നിലയിലാണ്. മനുഷ്യനുടമയായി നിൽക്കുമ്പോൾ ആ ഉടമയ്ക്ക് അടിമയെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മണ്ണിനെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. വെള്ളം അമൂല്യമാണ്, കുടിക്കുക, പാഴാക്കരുത് എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ആദരണീയരായ റഹീം മാസ്റ്റർ കരുവള്ളി നമ്മോട് സംസാരിക്കുന്നു. വിഷയം അവതരിപ്പിക്കുന്നു.